ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംപ്ലി മീ വിത്ത് മീ മിഥുൻ. ഇന്ന് കാണിക്കാൻ വേണ്ടി പോണ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തമ്മിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് പേയ്മെന്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോണത്. സോ നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഉള്ളൂ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് ഇടുന്ന നോട്ടിഫിക്കേഷൻ വരാനും മിസ് ചെയ്യാണ്ടും കാണാനും പറ്റുള്ളൂ. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫാസ്റ്റ്. യൂട്യൂബിന് എത്ര രൂപ കിട്ടി എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം, ഞാൻ നാട്ടിൽ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് ആണെന്നുള്ളത് ഞാൻ പല പ്രാവശ്യങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്താന്നുള്ളത് ഒരുപാട് പേരെ ചോദിക്കുന്നു. എനിക്ക് ഒരു മിസ്കാരേജ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ, 3ാമത്തെ മാസമായപ്പം. അപ്പം അതുമായി സംബന്ധിച്ച് എനിക്ക് കുറച്ച് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു ഞാൻ. നിങ്ങൾക്കറിയാലോ നമുക്ക് എന്തൊക്കെ രീതിയിലാണ് മെന്റലി നമ്മൾ ആ സമയത്ത് എന്തൊക്കെ മെന്റൽ സിറ്റുവേഷനിലൂടെ പോവാന്നുള്ളത്. അപ്പം ആ സമയത്ത് എനിക്ക് ചുമ്മാ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ കോളേജ് കഴിഞ്ഞതും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു 3 മുതൽ 4 വർഷം വരെ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കോപ്പി റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഇവിടുത്തെ ഒരു ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പം അങ്ങനെ ഇരിക്കെ നാട്ടിൽ പോയപ്പം ഈ ഒരു സിറ്റുവേഷനും കൂടാണ്ട് ചുമ്മാ ഈ വീട്ടിൽ തന്നെ ഇരിക്കും, എന്തെങ്കിലും തുടങ്ങണം. പണ്ടേ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാന്നുള്ളത്. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാണ്ടൊന്നും അല്ല, ഹസ്ബൻഡിന് സപ്പോർട്ട് ഉള്ളതിനെ കൊണ്ട് മാത്രമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇത് തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ നിങ്ങളത് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ മെന്റലി ഭയങ്കര ഫ്രീ ആയി. സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനേയും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഹാപ്പി ഫീലിംഗ് ആവാൻ വേണ്ടി തുടങ്ങി. പുതിയ പുതിയ വീഡിയോസ് ഇടാൻ ഭയങ്കര ആഗ്രഹം വന്ന്. അപ്പം സത്യത്തിൽ എന്നെ ഒന്ന് വീണ്ടെടുത്ത്, അല്ലെങ്കിൽ എന്നെ സത്യത്തിൽ ഒന്ന് റിഫ്രഷ് ചെയ്തത് ശരിക്കും യൂട്യൂബ് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലാണ് എന്ന് തന്നെ എനിക്ക് മനസ്സ് തട്ടി പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഈ ചാനൽ തുടങ്ങിയപ്പോഴും ഈ ചാനൽ തുടങ്ങുന്നതിന് ഞാൻ 2 ചാനൽ തുടങ്ങിയിട്ട് അത് ടെർമിനേറ്റ് ആയി പോയതാണ്. അറിവില്ലായ്മയാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊരാളും ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം, നമ്മൾ വാച്ച് ടൈം കൂടണം എന്നൊക്കെ ആയിരിക്കും മിക്കവരുടെയും. അതുപോലെ തന്നെ ഞാനും വിചാരിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ യൂട്യൂബ് ചാനൽസിന്റെയും വീഡിയോസിന്റെ താഴെ പോയിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇടുമായിരുന്നു. അങ്ങനെ ലിങ്ക്സ് കൊടുത്തതിനെ കൊണ്ടാണ് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ ഫസ്റ്റത്തെ ചാനൽ ടെർമിനേറ്റ് ആയി. സെക്കൻഡ് പ്രാവശ്യം ഞാൻ പാഷനേറ്റ് ലൈഫ് എന്നുള്ള സെയിം പേരിൽ തന്നെ വീണ്ടും തുടങ്ങി. അതാണെങ്കിലും ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു, ഇതേപോലെ തന്നെ ലിങ്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതും 2ാമത്തെ ദിവസം ടെർമിനേറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഒരു 5-6 വീഡിയോസ് ഓൾറെഡി ഞാൻ ഈ 2 ചാനലിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അത് ടെർമിനേറ്റ് ആയി പോവാണ്. ചിലവരൊക്കെ പറഞ്ഞ് എനിക്ക് വേറെ പണി എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷെ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അതിന് തംബ്നെയിൽ സെറ്റ് ചെയ്യണം, അതിനൊരു ടൈറ്റിൽ കൊടുക്കണം, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ്. ഈ ക്യാമറ എങ്ങനെ വെക്കണം, എവിടെ വെക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊന്നും വേറെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. പക്ഷെ അത് അപ്ലോഡ് ചെയ്യാനും അതിന്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേറെ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളും എനിക്ക് പറഞ്ഞു തരാനും ഞാൻ തന്നെ ഇരുന്ന് കണ്ടുപിടിച്ച് ഓരോ വീഡിയോസായി കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തത്. ഏത് ആപ്പാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്, തമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ ഏതാണെന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് സ്വയമായിട്ട് കണ്ടുപിടിച്ചാണ്. അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം എനിക്ക് ഈ ഫസ്റ്റത്തെ പേയ്മെന്റ് വന്നപ്പോൾ ശരിക്കും തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പറയാച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മെന്റലി ആ സമയത്ത് എന്നെ ഫോക്കസ് ചെയ്യാനും എന്നെ എൻഗേജ് ചെയ്യാനും ഇത് തന്നെയായിരുന്നു ഒരു മാർഗം എന്ന് പറയുന്നത്. അതായിരിക്കും കൂടുതൽ ഇതിനോട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത്. അതിനെ കൊണ്ടാണ് എനിക്ക് പെട്ടെന്നുണ്ടായ സക്സസ്. ഒരുപാട് പേര് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് 5 മാസം കൊണ്ട് ഇയാൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടി, ഇത്രയും ഇത് കൂടി, എങ്ങനെ സാധിച്ചു എന്നുള്ള സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാൻ വേറെ ഒന്നിനും ഞാൻ ഫോക്കസ് ചെയ്തില്ല. ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്തില്ല. നാട്ടിലാണ്, എനിക്ക് ഉറപ്പാണ് നാട്ടിൽ ഞാനൊരു ജോലിക്ക് പോവില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞാൻ എന്താണെങ്കിലും ഇവിടെ ഹസ്ബൻഡിന്റെ അടുത്ത് എത്തുന്നുള്ളത്. അപ്പം ഞാൻ ഫുൾ ടൈം ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഞാൻ ഇതിൽ സന്തോഷം കണ്ടെത്തി.
പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ജോലി ഞാൻ പറഞ്ഞു നാട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഒരു വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പലരും പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനും. പക്ഷെ അത് എപ്പം കിട്ടുന്നോ അല്ലെങ്കിൽ ഇത്ര മാസം കൊണ്ട് എനിക്ക് കിട്ടണം എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടായത്, കിട്ടണം എന്നുള്ളത്. കാരണം എൻ്റെ വീഡിയോസ് 2-3 എണ്ണം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് റീച്ച് വന്നു, അത്യാവശ്യം വ്യൂസ് വന്നു. പക്ഷെ ഒക്കെ ചെറിയ ചെറിയ വീഡിയോസ് അന്നൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് 1000 ആയിട്ടുണ്ടായിരുന്നു. 1000 കഴിഞ്ഞിട്ടും എൻ്റെ വാച്ച് അവേഴ്സ് തീരെ കൂടിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് January 28 ആണ് എനിക്ക് 4000 hours ആയത്. അത് January 26 അല്ല, എനിക്ക് January 20-22 എനിക്ക് 4000 hours ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മോണിറ്റൈസേഷൻ വെരിഫിക്കേഷൻ ഉണ്ടാവും നമ്മുടെ ഈ ഒരു ചാനലിന്. നമ്മൾ യൂട്യൂബ് വെരിഫൈ ചെയ്യും നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് അനലൈസ് ചെയ്തതിന് ശേഷമാണ് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ട് കിട്ടുക. അപ്പം അതിന് വേണ്ടിയിട്ട് ചിലർ പറയും 1 ആഴ്ച 2 ആഴ്ച 1 മാസം വരെ എടുക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് വെറും 4 ദിവസം കൊണ്ട് കിട്ടി, മോണിറ്റൈസേഷൻ ഓൺ ആയി. അത് ഞാൻ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. അതും വെറും 4 മാസം കൊണ്ടാണ് എനിക്ക് ആ ഒരു ഇതിലെത്താൻ പറ്റും. അത് എൻ്റെ ഒരു എനിക്ക് ദൈവം കൊണ്ട് എത്തിച്ചു തന്നത്. എനിക്കൊരു ബാക്കിൽ ഉണ്ടായ ഒരു സ്റ്റോറി അത് ഇതിന് നിമിത്തമായോ ഇത് അതിന് നിമിത്തമായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താണെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ദൈവം നമുക്ക് തരുന്നത് ഒരു സങ്കടം തരുമ്പം അതിൽ നമ്മൾക്ക് എന്തെങ്കിലും സക്സസ് കാണാനോ അതിൽ നമ്മൾ എന്തെങ്കിലും പാഠം പഠിപ്പിക്കാനോ അതിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് ഉയർത്താൻ പറ്റും ദൈവത്തിന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഹെൽത്ത് പ്രോബ്ലം വന്നതിനുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും ഇതിന്ന് പെട്ടെന്ന് തന്നെ എനിക്ക് ആൾക്കാരുടെ അടുത്ത് റീച്ച് ചെയ്യാനും എനിക്ക് പറ്റി. അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് ഞാൻ പറയുള്ളൂ. എല്ലാവരും ചോദിക്കുമ്പം ഞാൻ പറയാം ഒരു ഡെഡിക്കേഷൻ വേണം. ഈ ഒരു എന്തൊരു പ്രൊഫഷൻ ആണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത് എല്ലായിടത്തും ഞാൻ 100% ഇട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ഒരു തിരിച്ച് എനിക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ ആയിരിക്കും തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഉണ്ടായ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആയതിനു ശേഷം നമുക്ക് 1 മാസത്തോളം എനിക്ക് അതിനുശേഷം എനിക്ക് വീഡിയോസ് ഒന്നും അതിന് മുന്നേ വരെ ഉള്ളതൊന്നും നോക്കില്ല കേട്ടോ. അവര് പൈസ നമുക്ക് തരില്ല, അതൊക്കെ വെറുതെ പോയതുപോലെയാണ്. അപ്പം അതിനുശേഷമാണ് നമ്മുടെ പൈസ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങുക ഈ ആഡ് വരുന്നതിനനുസരിച്ചിട്ട്. അപ്പം January 28 മുതൽ എനിക്ക് ആഡ്സ് വരാൻ വേണ്ടി തുടങ്ങി. എന്നപ്പം എനിക്ക് ജാനുവരിത്തെ പേയ്മെന്റ് ഫെബ്രുവരിയിൽ വരും. അപ്പൊ ആകെ 2-3 ദിവസം എനിക്ക് ജാനുവരി ആഡ് വന്നിട്ടുള്ളൂ. അതെനിക്കൊരു $8 കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് February 15 എനിക്ക് ഇതിലേക്ക് അപ്ഡേറ്റ് ആയത്. അപ്പം എല്ലാ മാസവും പകുതി ആകുമ്പോഴാണ് ആഡ്സിന് അക്കൗണ്ടാണ് നമുക്ക് പൈസ തരുന്നത്. യൂട്യൂബ് അല്ല, ആഡ്സിന് അക്കൗണ്ടിൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കൂടാണ്ട് പേയ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ മാസത്തത് ഈ മാസമാണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായത്. അപ്പം മാഡ്സിന് അക്കൗണ്ടിൽ ഇത്ര പൈസയാണെന്ന് കാണിച്ചു. അത് കൂടാണ്ട് അവരെ എനിക്ക് 2 ടൈപ്പ് ഓഫ് വെരിഫിക്കേഷൻ ഉണ്ട്. അഡ്രസ് പ്രൂഫ് വെരിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ അഡ്രസ്സിന്റെ പ്രൂഫായിട്ട് നമ്മളെ ഫോട്ടോ ഐഡന്റിറ്റി നമ്മൾ അയച്ചു കൊടുക്കണം. അത് അയച്ചു കൊടുത്തു. അതിനുശേഷം അവര് എൻ്റെ അഡ്രസ്സിലേക്ക് ഒരു 6 ഡിജിറ്റ് പിൻ നമ്പർ അയച്ചു തന്നു. അതും ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് എനിക്ക് 2 ദിവസം കൊണ്ട് എനിക്ക് എൻ്റെ പേയ്മെന്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ പേയ്മെന്റ് വന്നത് എനിക്ക് 28 എനിക്ക് പേയ്മെന്റ് വന്നിട്ടുണ്ടായത്. അപ്പം കഴിഞ്ഞ മാസത്താണ് ഈ മാസം കിട്ടി. ഇനി ഈ മാസത്ത് അടുത്ത മാസമാണ് കിട്ടുക. അപ്പം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമുക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും എത്ര രൂപയാണ് നമുക്ക് എത്ര ഡോളേഴ്സ് വരുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേയ്മെന്റ് എത്രയാണെന്ന് അറിയാൻ ആഗ്രഹമാണ്. എനിക്ക് $200 കിട്ടിയിട്ടുള്ളത്. ഏകദേശം 15,000 രൂപ 15,000 അടുത്താണ് എനിക്ക് പേയ്മെന്റ് വന്നിട്ടുള്ളത്. സത്യം പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു 4 മാസം കൊണ്ട് 5 മാസം കൊണ്ട് കിട്ടിയ ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു പേയ്മെന്റ് ആണെങ്കിലും ഞാനിപ്പോൾ ഉള്ളത് UAE-ലാണ്. ദിറാംസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ കുറവ് പൈസ ആയിരിക്കും. എന്നാൽ പോലും ഒരു DIYs മാത്രം ചെയ്യുന്ന എനിക്ക് ഈ ഒരു പേയ്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഉറപ്പാണ് ഇതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഒരിക്കലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പേയ്മെന്റ് കിട്ടുമെന്ന് വിചാരിക്കണം. എനിക്ക് 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ എൻ്റെ വ്യൂസ് ഒക്കെ ഒരു ദിവസം കഴിയുമ്പം 1000-2000 മാത്രമേ വരാറുള്ളൂ. ചില വീഡിയോസ് മാത്രമാണ് നല്ല വ്യൂസ് കിട്ടാറ്.
അത് നമ്മൾ ക്ലിക്ക് ആവുന്നതിനനുസരിച്ചാണ്. പക്ഷെ നല്ല സബ്സ്ക്രൈബേഴ്സ് ഒരുപാട്, ആ സബ്സ്ക്രൈബേഴ്സിനനുസരിച്ച് വ്യൂസ് കിട്ടുന്നവർക്ക് സത്യമായിട്ടും നല്ല പേയ്മെന്റ് തന്നെ യൂട്യൂബ് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. ഈ യൂട്യൂബിൽ നിന്ന് മാത്രമല്ലാണ്ട് നമുക്ക് വരുമാനം കിട്ടാനുള്ള വേറെയും വഴികളുണ്ട്. PR എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് റിവ്യൂ ഉണ്ട്, സ്പോൺസർഷിപ്പ് ഉണ്ട്, കൂടാണ്ട് കൊളാബറേഷൻ ഉണ്ട്. ഈ PR കിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് റിവ്യൂ എന്നാണ് PR കിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾക്കാർ നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് തരും, അതിനനുസരിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുക. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെടുത്ത് പറഞ്ഞു തരിക. നമ്മൾ ജെന്യുവൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതല്ല നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് ഇനിയും പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടണം, കൂടാണ്ട് അവരുടെ അടുത്ത് നിന്ന് പേയ്മെന്റ് കിട്ടണം എന്നാണെങ്കിൽ നമുക്ക് കള്ളത്തരം പറയാം. പക്ഷെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ ഒരു ഒട്ടുമിക്ക യൂട്യൂബേഴ്സ് അങ്ങനെ എല്ലാം ഞാനും വിശ്വസിക്കുന്നത്. പക്ഷെ ചിലവർ ഈ പ്രൊഡക്റ്റ് റിവ്യൂവിന്റെ കൂടെ തന്നെ അവർ പേയ്മെന്റും തരും നിങ്ങൾക്ക്. എന്താ പറയാ, അവരെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പറയാം, അത് അവർക്ക് ഒരു പരസ്യമാണ്. പിന്നെ സ്പോൺസർഷിപ്പ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ ഏതൊരു വീഡിയോ ഇടുന്നോ അതിന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവരാണെന്നുള്ള ജസ്റ്റ് പറഞ്ഞാൽ മതി. അതിനും നിങ്ങൾക്ക് ചിലപ്പം പേയ്മെന്റ് കിട്ടും. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാനും പറ്റും. പിന്നെ വരുന്നതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. വലിയ വലിയ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം 6 മാസം വരെ നിങ്ങൾക്ക് കൊളാബ് ചെയ്യുക, അവരുടെ കൂടെ ഒന്നിച്ചിട്ട് അവരുടെ പ്രൊഡക്ട്സിനെ നിങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അത് നല്ല പേയ്മെന്റ് ആയിട്ടും കൊടുക്കും. ഇങ്ങനെ 3-4 രീതിയാണുള്ളത്. ബ്യൂട്ടി ബ്ലോഗ്സിന്റെ കാര്യമാണ്. ഈവൻ സെയിം തന്നെയാണ് ഇപ്പം വ്ളോഗ് ചെയ്യുന്നവർക്കാണെങ്കിലും ഒക്കെ. അത് ഇപ്പം എവിടെയെങ്കിലും ഭക്ഷണത്തിന്റെ ഇപ്പം ഡിഷസിന്റെ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് റെസ്റ്റോറൻറ്റ് പോയി ഭക്ഷണം കഴിക്കുക, അതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് അവർ കൊടുക്കും. അതൊക്കെ പ്രൊഡക്റ്റ് റിവ്യൂ എന്ന നിലയ്ക്കാണ്. പക്ഷെ അത്രയും നല്ലതൊക്കെ ആണെങ്കിൽ അവർ പേയ്മെന്റും തരും നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ UAE-ലാണുള്ളത്. അപ്പം എനിക്ക് നാട്ടിലെ ബ്രാൻഡായിട്ടുള്ള ഒരു കോൺടാക്ട് കിട്ടാൻ പാടാണ്. അപ്പം ഞാൻ തന്നെ അങ്ങോട്ടേക്ക് റീച്ച് ചെയ്യേണ്ടി വരും. എനിക്ക് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ കാശൊന്നും തന്നിട്ടില്ല. പക്ഷെ ഒറ്റൊരു പ്രൊഡക്റ്റ് എനിക്ക് ആഴ്ച തന്നിട്ടുണ്ടായിരുന്നു, അവരൊന്ന് റിവ്യൂ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ ഇനി എനിക്ക് സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പൈസ കിട്ടിയതിനെ കൊണ്ട് എനിക്ക് പുതിയ ഓരോ പ്രൊഡക്ട്സ് നിങ്ങളെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമുക്കൊരു ഇൻകം വരുന്നുണ്ടല്ലോ. എനിക്ക് പൈസ കിട്ടാണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പുതിയ പ്രൊഡക്ട്സ് കിട്ടുമ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, ഇത് നല്ലതാണ്, ഇതൊന്ന് റിവ്യൂ ചെയ്യൂ എന്നൊക്കെ. പക്ഷെ നമ്മൾ കയ്യിൽ പൈസ ഒന്നും കിട്ടാണ്ട് ഞാൻ എങ്ങനെയാ ഇത് നിങ്ങളെ മുന്നിൽ എത്തിക്കുക? ഹസ്ബൻഡിനോട് ചോദിക്കുന്നതിന് നമ്മൾ ഈ യൂട്യൂബിൽ ഒന്നും കിട്ടാണ്ട് വാങ്ങി കൂട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യം. ഈവൻ ഞാൻ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങുന്ന ഒരാളും അല്ല. അപ്പം വെറുതെ ഞാൻ ഓരോന്ന് വാങ്ങി വെക്കാൻ എൻ്റെ കയ്യിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എനിക്ക് വാങ്ങി വെക്കാൻ സന്തോഷമുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട്. പക്ഷെ യൂസ് ചെയ്യാത്തൊരു സാധനം നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ എവിടെ നിന്ന് എടുത്ത് വാങ്ങിക്കും? അതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. പക്ഷെ ഇനി എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എനിക്ക് ചിലവാക്കാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് എന്നുള്ളൊരു വരുമാനത്തിൽ നിന്ന് ഇത്ര ശതമാനമെങ്കിലും ആ ബിസിനസ്സിലേക്ക് തന്നെ ഇട്ടാലേ ഉള്ളൂ നമ്മൾ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇത് ഞാനൊരു എന്റെ സന്തോഷമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു വരുമാനമാണ്. അപ്പൊ അതിന്റെ ഒരു ശതമാനം ഞാൻ ഇതിലേക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുവേണ്ടി ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ എൻ്റെ ബാക്ക് ഡ്രോപ്പ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് പേയ്മെന്റിൽ ഞാൻ ചെയ്ത കാര്യമാണത്. കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ബാക്ക് ഡ്രോപ്പ് നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ളത്. ഒരു ലൈറ്റ് ഒക്കെ വാങ്ങണമെന്നുണ്ട്, പക്ഷെ അതിന് മാത്രമൊന്നും ആയിട്ടില്ല. അപ്പം ആവാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. നിങ്ങൾക്ക് അറിയാം, ദിറാംസിലേക്ക് മാറ്റുമ്പം ഈ ഒരു പേയ്മെന്റ്, ഈ ഒരു പൈസ എന്ന് പറയുന്നത് കുറവാണെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആദ്യം വാങ്ങി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇമാസത്തെ പേയ്മെന്റ് ആണെങ്കിലും വലിയ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്നാലും സന്തോഷമാണ്. ഫസ്റ്റ് പേയ്മെന്റ് വന്നല്ലോ, നമുക്ക് ഇനിയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ വ്ളോഗ് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കുക്കറി ഷോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. ഈ കുക്കറി ഷോ ഒക്കെ നിങ്ങൾ മുന്നിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ അവർ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് അറിയാം നിങ്ങൾക്ക്. അവർക്ക് ഭക്ഷണങ്ങളെല്ലാം വാങ്ങിച്ച് വേണം നിങ്ങൾ മുന്നിൽ കാണിക്കണം. അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല അല്ലെ. അത് കൂടാണ്ട് ഈ വ്ളോഗ് പുറത്ത് പോയിട്ട് വീഡിയോസ് എടുക്കുന്നവരൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവർക്കൊക്കെ പേയ്മെന്റ് വരാൻ ഡിലേ ആവും തോറും അവർക്ക് ഇതിലേക്ക് ഇനിയും വീഡിയോസ് ഇടാൻ അവർക്ക് പാടായിരിക്കും. അവരുടെ പാഷൻ കൊണ്ട് മാത്രമാണ്. ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ മോശമാണെന്നല്ല പറയുന്നത്. എൻ്റെ കാര്യം ഞാൻ DIYs ആണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പേയ്മെന്റ് ഇല്ലാത്തതിനെ കൊണ്ടാണ്. പക്ഷെ വൺസ് ഈ ഒരു പേയ്മെന്റ് വന്ന സ്ഥിതിക്ക് ഞാൻ ഇനിയും എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് എൻ്റെ ഒരു വാക്കാണ്. കൂടാണ്ട് എൻ്റെ ഒരു സങ്കടപ്പെട്ട ഒരു സമയത്ത് നിങ്ങളെ മുന്നിലാണ് ഞാൻ
ചിരിച്ചു നിന്നത്, എനിക്ക് ചിരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും ഈ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയതിന് ശേഷമാണ്. ഞാൻ സന്തോഷം അല്ലെങ്കിൽ എനിക്ക് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയത് എൻ്റെ കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചത് യൂട്യൂബിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാണ്ടും എൻ്റെ വീഡിയോസ് കാണുന്നവർ പലരും ഉണ്ടാകും, അവർക്കും ഒരുപാട് നന്ദി. എൻ്റെ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഞാൻ പോയ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ ഒരു ചാനൽ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റിയത്. അതിന് ഭഗവാനോട് ഭയങ്കര നന്ദിയുണ്ട്. എൻ്റെ വീട്ടുകാരോടാണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ശരി, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളോടാണെങ്കിലും. അപ്പം ഈ ഒരു സ്റ്റോറി കേട്ട് തന്ന എല്ലാവർക്കും നന്ദി. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ എന്നെ ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആസ് ഓൾവേസ്, ലവ് യു ഓൾ.